മനു, മനു താഴേക്കിറങ്ങ്. ആദ്യം പേഷ്വയുടെ രാജകുമാരനാണ് ഇരിക്കേണ്ടത്. ഇറങ്ങ്. അതെന്താ? എനിക്ക് എന്തുകൊണ്ടായിരുന്നൂടാത്തെ? മനു താഴെ ഇറങ്ങൂ. ഇറങ്ങാൻ. നാനാജ്യേഷ്ഠ, എന്നെ ഇരുത്തില്ലേ? നാനാജ്യേഷ്ഠ, അച്ഛാ നിർത്താൻ പറയൂ. അച്ഛാ, അച്ഛാ, നാനാജ്യേഷ്ഠനോട് പറയൂ. നാനാജ്യേഷ്ഠ. നോക്കുമോളെ, നിനക്ക് അതിനുള്ള ഭാഗ്യമില്ല. ചെറിയച്ചൻ പറഞ്ഞത് സത്യമാണ് മനു. നിനക്കതിനുള്ള ഭാഗ്യമില്ല. അല്ല നാനാജ്യേഷ്ഠ, എന്റെ ഭാഗ്യത്തിൽ ഒരാനയല്ല 1000 ആനകളുണ്ട്. മനു ചേച്ചി, മനു ചേച്ചി, മനു ചേച്ചി എവിടെയെങ്കിലും കാണും. വരൂ ജ്യേഷ്ഠ, നമുക്ക് കളിക്കാൻ പോവാൻ. വരൂ. ഇല്ല എന്തോ, മനുവും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ രസമായിരിക്കും. മനു ഇവിടെ എന്തിനാ അന്വേഷിക്കുന്നത്? ദാ നോക്ക്, മുഖം വീർപ്പിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ എല്ലാവരോടും കുപിതയാണ്. പിന്നെ നാനാജ്യേഷ്ഠ, അങ്ങയോടാണ് അവൾക്ക് ഭയങ്കര ദേഷ്യം. ദേഷ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവും? നിനക്ക് മനുവിനോട് ഭയങ്കര അസൂയാണല്ലോ. അല്ല, ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? മനു, അതെ ജ്യേഷ്ഠ, ചേച്ചിക്ക് അങ്ങയോടാണ് ദേഷ്യം. എന്നോടോ? വീണതും മുറിവ് പറ്റിയതും എനിക്കല്ലേ മനു? എന്റെ അപകടത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടതിന് പകരം എന്നോട് ദേഷ്യപ്പെടുകയാണോ നീ? മനു ചേച്ചി ക്ഷമിക്കുന്നേ, ജ്യേഷ്ഠനല്ലേ? ക്ഷമിക്കണ സഹോദരനാണ് പോലും. കുതിരപ്പുറത്തുനിന്ന് വീണ് കൊക്കയിൽ ബോധമില്ലാതെ കിടന്നപ്പോ ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ കുതിരപ്പുറത്തിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നെന്ന് അറിയോ? പക്ഷെ എന്നെ എല്ലാരും പഴിച്ചത്. എന്നിട്ട് ഇദ്ദേഹം എനിക്ക് വേണ്ടി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. എന്നാൽ മനു, ഞാൻ അബോധാവസ്ഥയിലായിരുന്നില്ലേ? പക്ഷെ പിന്നീട് ബോധം വീണല്ലോ. പക്ഷെ എനിക്കതിനുള്ള അവസരം കിട്ടിയില്ല. അവസരം കിട്ടിയപ്പോ എന്നെ തള്ളിക്കളഞ്ഞില്ലേ? അതെപ്പോഴാ? ആര് തള്ളിക്കളഞ്ഞു? വിശദീകരണം വേണ്ട നാനാജ്യേഷ്ഠ. ഇന്നലെ ആനെ കൊണ്ടുവന്നപ്പോ തനിയെ സവാരി ചെയ്തു. ഞാനാകട്ടെ പുറകിൽ നിന്ന് വിളിയോട് വിളിയും. അതെ, ഈ ആന എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അഭിമാനമാണ്. അപ്പൊ പിന്നെ അങ്ങ് തന്നെ കൂട്ടാത്തത്? അങ്ങ് എവിടത്തെങ്കിലും രാജാവാണോ? ബിദുരയിലെ ഭാവി രാജാവാണ് നാനാ സാഹിബ്. അപ്പൊ ആനക്കാരനോ? അയാൾ ഏതെങ്കിലും സ്ഥലത്ത് ഭാവി രാജാവാണോ? ഇനി പറയൂ നാനാ ജ്യേഷ്ഠ. മനു, ശ്രീമന്ത് സർക്കാർ നിന്നെയും പിന്നെ നിങ്ങൾ രണ്ടുപേരെയും വിളിക്കുന്നു. ഞാൻ വരുന്നില്ല. മനു, നിനക്കെന്താ മനസ്സിലായില്ലേ? ശ്രീമന്ത് സർക്കാർ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചോട്ടെ. പ്രണാമാച്ചാ. മനുവിടെ? അച്ഛാ, അത് ശ്രീമന്ത് സർക്കാർ, മനു ഇവിടെയുണ്ട്. കാര്യം എന്താ? മോൾക്ക് ഇപ്പോഴും പിണക്കമാണോ? അത് എനിക്ക് എല്ലാരോടും ദേഷ്യമാണ്. നമ്മോടും? അല്ലച്ചാ, മനുവിന് നമ്മോട് മാത്രമേ ദേഷ്യമുള്ളൂ. ഇന്നലെ ഇവിടെ നാം നമ്മുടെ ആനപ്പുറത്ത് ഇരുത്തിയില്ലായിരുന്നല്ലോ. നാനാ, നിനക്കിക്കാര്യം ശോഭനീയമല്ല. നീ മുതിർന്നവനാണ്. ഇവള് നിന്റെ കൊച്ചു പെങ്ങളെ പോലെയല്ലേ? അച്ഛാ, അത് ഞാനിവളെ എന്റെ പെങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇവൾ സ്വയം കൊച്ചാകാൻ തയ്യാറാകണ്ടേ? എന്താ? ഞാൻ അങ്ങേ നാനാന്ന് പേര് വിളിക്കാറുണ്ടോ?
നാനാ ജ്യേഷ്ഠ എന്നല്ലേ വിളിക്കാറ്? രണ്ടുപേരും ഇങ്ങ് വരൂ. നീ ഇപ്രകാരം നിന്റെ നാനാജ്യേഷ്ഠനോട് എന്നും വഴക്കടിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഇങ്ങനെ പോരാടും. നോക്കൂ മക്കളെ, ഈ സന്ദർഭത്തിൽ ആരുടെ കൈവച്ച് എന്താണെന്ന് ആർക്കും അറിയില്ല. ഒന്നു മാത്രം എല്ലാവർക്കും അറിയാം: നമ്മുടെ ഭാരതം ഒരു കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും അവസ്ഥകൾ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും നമ്മളെല്ലാവരും വെള്ളക്കാരുടെ അടിമകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മിൽ നിന്നും നമ്മുടെ അഭിമാനം തട്ടിയെടുത്ത് പേരിന് മാത്രം നമ്മെ ഈ നാടിന്റെ മഹാരാജാവോ പേഷ്വായോ ആക്കി. നാം ആകട്ടെ ഇവർക്ക് വേണ്ടി കലാപം സൃഷ്ടിച്ച് രാജ്യഭരണം നടത്തുന്ന ഒരു കരുവായി മാറി. ഒന്നിനും സാധിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഈ നാടിനു വേണ്ടി പലതും ചെയ്യാൻ കഴിയും. ഒരു നീണ്ട യുദ്ധം. ഈ യുദ്ധം സംഭവ്യമാകുക ഛിന്ന ഭിന്നമായി പോകാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മാത്രമാണ്. ഇവളിലുള്ള കഴിവുകൾ ഇവളൊരു സാധാരണ പെൺകുട്ടിയെല്ലാം തെളിയിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബ്രിട്ടീഷുകാരനെ ശിക്ഷിക്കുവാനുള്ള ധൈര്യം ഇന്ന് ഏത് മഹാരാജാവിനുണ്ട്? എന്നാൽ നമ്മുടെ മനു അത് ചെയ്തു കാണിച്ചില്ലേ? ഇവൾ നിന്റെ ജീവനും രക്ഷിച്ചു. ഭാവിയിലെ ഒരു പേഷ്വ ഈ ഉപകാരം ഒരിക്കലും വിസ്മരിക്കരുത്. നാനാ, നമ്മുടെ ഇച്ഛ, നമ്മുടെ പൂർവികരുടെ പരമ്പരാഗതമായ ഈ കത്തി നിന്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന നിലയിൽ മനുവിന് സമ്മാനിക്കൂ. മോറോപ്പന്ത് അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ ശ്രീമൻ സർക്കാർ ആവട്ടെ ആ കത്തിയാണ് അവൾക്ക് സമ്മാനിച്ചത്. അവൾ നാളെ ഒരു സമയത്ത് വിവാഹം കഴിഞ്ഞു പോകുമ്പോ മോറോപ്പന്തിന് എന്ത് അഭിമാനമാണ് ഉണ്ടാവുക? ശ്രീമന്ത് സർക്കാർ വിജയിക്കട്ടെ. അവിടുത്തെ ആജ്ഞ അനുസരിച്ച് മകരസംക്രമം പ്രമാണിച്ച് നടക്കാനിരിക്കുന്ന സ്നാനത്തിനായി സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. ആവട്ടെ. നാളെ സുപ്രഭാതത്തിൽ ഗംഗാ സ്നാനത്തിനായി നാം എല്ലാം പോകുന്നു.
സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പ്രണാമം ജ്യോത്സ്യരെ. പ്രണാമം 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 മോറോപന്ത്. മഹാഭാഗ്യം. രാജകൊട്ടാരത്തിലെ മഹാനായ വ്യക്തി കേവലം നിസ്സാരനായി ഈ ബ്രാഹ്മണന്റെ കുടിലോ. പറയൂ, ഈ ദാസൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ജ്യോത്സ്യരെ, ഈ സമ്മാനം സ്വീകരിച്ചാലും എന്നോട് ക്ഷമിച്ചാലും മോറോപന്ത്. ഞങ്ങൾ നിസ്വാർത്ഥരാണ്, പൂർണ്ണമായും സസ്യബുക്കുകൾ. നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ ആ കാര്യം വിട്ടേക്കൂ. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാലും. ജ്യോത്സ്യരെ, എന്റെ മകളുടെ ജാതകം നോക്കിക്കാൻ വന്നതാണ്. അല്ല, താങ്കൾ പൂനെയിലെ വളരെ പ്രശസ്തിയാർജിച്ച പണ്ഡിതനല്ലേ? ഞാനാണെങ്കിൽ മുറി ജ്യോത്സ്യം അറിയാവുന്ന ഒരു നിസ്സാരനും. അങ്ങെന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ബ്രാഹ്മണർ ഒരിക്കലും നിസ്സാരക്കാരല്ല. ശരി, തരൂ, നോക്കട്ടെ. എന്നോട് ക്ഷമിച്ചാലും മോറോപന്ത്, ഈ ജാതകം താങ്കളുടെ മകളുടേതാകാൻ സാധ്യതയില്ല. അതെന്താ? You are welcome to the Ganga's Ghats of Mohan. It's just lovely, lovely view. Oh yes. So you enjoy, my dear Christina. Varu madam, varanam. ഈ ജാതകം താങ്കളുടെ മകളുടേതാണോ? അതെ. അങ്ങയ്ക്ക് വിശ്വാസം വരുന്നില്ലെന്നുണ്ടോ? ഞാൻ പറഞ്ഞ സത്യമാണ് ജ്യോത്സ്യരെ. ചൊവ്വയും ശുക്രനും ശനിയും എല്ലാം അതാത് സ്ഥാനത്ത് തന്നെയാണല്ലോ. അത്ഭുത യോഗമാണ്. ഇതുപോലുള്ള ഗ്രഹസ്ഥിതി ഇന്ന് വരെ ഞാൻ ഒരു ജാതകത്തിലും കണ്ടിട്ടില്ല. അതെയോ? എന്റെ മനുവിനുണ്ടാകുന്ന ഭാഗ്യം എന്താണ്? ധനസമ്പത്ത്, രാജകീയ പട്ടം, ദേശസേവ, കൂടാതെ സകല സൗഭാഗ്യങ്ങളും. ഹര ഹര ഗംഗേ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര ഗംഗേ, ഹര ഹര മഹാദേവ. ബാജിറാവു നമ്മുടെ അതിർത്തിയിലോ? ധ്രുവ,
രാജ്യത്തു നിന്നും ശീഘ്രം മാറിത്തരുവാൻ കൃപയുണ്ടാകണം. ഞങ്ങളുടെ ആചാര്യൻ വാതരായനാണ് ഇവിടെ സ്നാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് സ്വാഗതം. ഇത്രയും വലിയ നദിയല്ലേ, ഞങ്ങൾ മറ്റേതെങ്കിലും കരയിലേക്ക്. വേണ്ട, ഒരിക്കലും പാടില്ല. നാം കാന്യകുബ്ജ ബ്രാഹ്മണനാണ്. നാം സ്നാനം ചെയ്യുമ്പോൾ ഗംഗാ നദിയിലെ ആദ്യത്തെ തിരമാല നമ്മുടെ ശരീരത്തെ സ്പർശിക്കും. നാം മറ്റൊരാൾ അശുദ്ധമാക്കിയ ജലത്തിൽ സ്നാനം ചെയ്യില്ല. ക്ഷമിക്കണം ആചാര്യൻ. ശാസ്ത്രപ്രകാരം ഈ ഗംഗാനദി ഗോമുഖത്ത് നിന്ന് ഉത്ഭവിച്ച് തന്റെ മാർഗത്തിൽ വരുന്ന സമസ്ത ജീവജാലങ്ങളെയും പാവനമാക്കി ഈ ബ്രഹ്മാതലത്തിൽ എത്തിച്ചേർന്നുവെന്ന്. നിർത്ത. മതി, കൂടുതൽ ഉപദേശിക്കണ്ട. ഇപ്പോൾ വാതരായന് തന്നിൽ നിന്നും ശാസ്ത്രവിധികൾ പഠിക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. What's going on over there, Harry? Some religious difference between two Brahmins. നാം അധർമ്മിയായ ബ്രാഹ്മണനല്ല, കാന്യകുബ്ജ ബ്രാഹ്മണനാണ്. ശാസ്ത്രവിധി പ്രകാരം കാന്യകുബ്ജ ബ്രാഹ്മണന്മാർ സകല ബ്രാഹ്മണരിലും ശ്രേഷ്ഠരാണ്. കഠോപനിഷത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ളത് മൃത്യോസം മൃത്യം മാപ്നോതീയ വിനാവേ ഉപശ്യതി. അതിനർത്ഥം ലോകത്തിൽ മറ്റുള്ളവരോട് വേർതിരിവ് കാണിക്കുന്നവർ മോക്ഷത്തിനല്ല, മൃത്യുവിനാണ് അർഹരാകുക.